വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോ ഞങ്ങൾക്ക് വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിക്കോസ് ഇത് ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്ക് ക്രിയേഷനാണ്, അല്ലെങ്കിൽ ഡെക്കറേഷനോ എന്ത് വേണമെങ്കിലും പറയാം. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഫ്രൂട്ട്സ് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കണം എന്ന്. പിന്നെ നമ്മൾ നോർമൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഷുഗർ ഫ്രീ ആക്കിയാലും അതിലെ ഐറ്റംസ് അവൾക്ക് ഇഷ്ടപ്പെട്ടതാവണം എന്നില്ല. പിന്നെ അത് കട്ട് ചെയ്ത് എല്ലാവരും അവളെ വായിൽ വെച്ച് കൊടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഭംഗിക്ക് കട്ട് ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ഒരു കേക്കും ഇതിൽ സെപ്പറേറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ നല്ലത് വന്നു. പക്ഷേ അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട കേക്കാവുമ്പോൾ നമുക്ക് കുറച്ചധികം സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തത്. എനിക്ക് ആഗ്രഹമായിരുന്നു അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ കൈ കൊണ്ടൊരു കേക്ക്, കുഞ്ഞു കേക്കാണെങ്കിൽ എൻ്റെ കൈ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ബേക്ക് ചെയ്യാൻ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ പിൻട്രസ്റ്റും യൂട്യൂബും ഒക്കെ നോക്കിയിട്ട് അങ്ങനെ കിട്ടിയ ഐഡിയയാണ് ഫ്രൂട്ട് കേക്ക്. ഇത് അറേഞ്ച് ചെയ്യാൻ ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് നല്ല വലിയൊരു തണ്ണിമത്തൻ കിട്ടുകയാണെങ്കിൽ അതിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും ഭംഗിയുണ്ടാവും. ഇപ്പം നമ്മൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ താമസിക്കുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഫ്രൂട്ട്സൊന്നും അങ്ങനെ അധികം കിട്ടില്ല. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ സൈസോ ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് ഞങ്ങളുടെ ആഗ്രഹം പോലെ ചെറിയൊരു കേക്ക് അറേഞ്ച് ചെയ്തു. അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേപ്സ് ഉണ്ട്, കിവി ഉണ്ട്, പപ്പായ ഉണ്ട്, മാംഗോ, വാട്ടർമെലൺ അവൾ ഒരു പ്രാവശ്യം അന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൾ കഴിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റംസും കൂടി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് കേക്കാണ് ഇത്. പിന്നെ ഇതിനെ ഒന്നും കൂടി ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ വലിയ ഒരു തണ്ണിമത്തൻ അല്ലെങ്കിൽ വാട്ടർമെലൺ വലുത് കിട്ടുമായിരുന്നെങ്കിൽ ഒന്നും കൂടി പ്ലേസ്മെൻറ്റ്സും അറേഞ്ച്മെൻറ്റ്സും ബാക്കിയുള്ള ഫ്രൂട്ട്സിൻ്റെ നല്ലതായിട്ടുണ്ടാവുമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ വലിയ ലൈറ്റ് ഗ്രീൻ വാട്ടർമെലൺ ഇവിടെ കിട്ടില്ല. ഇവിടെ അതിൻ്റെ ചെറിയ ഐറ്റാണ് കിട്ടുക. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഇതിലൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിച്ചത് ഹൈജീനാണ്. ഈ വാട്ടർമെലൺ കട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് ഈ ഇവൻറ്റ് നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കണ്ടാമിനേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ അത് വീട്ടിൽ നിന്ന് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് അതിനെ ക്ലിങ് റാപ്പ് ചെയ്ത് ഇട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഗ്രേപ്സും ബാക്കി ഉള്ള ഫ്രൂട്ട്സും നമ്മൾ നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം അതിനെ നന്നായി പാക്ക് ചെയ്ത് സെപ്പറേറ്റ് ബോക്സസിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഇത് അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കൈ നന്നായി കഴുകിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ്, ബാക്കി എല്ലാവരും കഴിക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും കഴിക്കാനുള്ളതായത് കാരണം ഇത് അത്യാവശ്യം കെയർ ചെയ്തിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഇതൊന്നും അത്ര വലിയ കാര്യമോ വലിയ സംഭവവും ഒന്നുമല്ല. പലവരും ഇതിനെക്കാട്ടിലും നന്നായിട്ടും വളരെ മനോഹരമായിട്ടും കേക്ക് ബേക്ക് ചെയ്യും, കേക്ക് ഉണ്ടാക്കും, അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും, ക്രാഫ്റ്റിൽ വളരെ അടിപൊളിയായിരിക്കും. പക്ഷേ എൻ്റെ ചെറിയൊരാഗ്രഹം എൻ്റെ കുഞ്ഞുമണിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കേക്ക് ഉണ്ടാക്കുക, അത് ഇതിലൂടെ സാധിച്ചു. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അഖിൽ തന്ന കോൺഫിഡൻസും സപ്പോർട്ടുമാണ് ഈ കേക്ക് ഈ ഒരു ലെവലിലെത്തിയത്. ഫ്രൂട്ട്സിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു അടുത്ത ഒരു ഹഡിൽ. അത് അഖിൽ ഉള്ള കടകളെല്ലാം കയറി ഇറങ്ങി കുറേ ഫ്രൂട്ട്സ് തിരഞ്ഞ് അതിൽ നിന്ന് ബെസ്റ്റ് ഫ്രൂട്ട്സിനെ നോക്കി വാങ്ങുക ചെയ്തത്. ബട്ട് നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ കളർ കോമ്പിനേഷനിലുള്ള ഫ്രൂട്ട്സിൻ്റെ അവൈലബിലിറ്റി ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലൊരു മെയിൻ എലമെൻ്റ് ആയിരുന്നു. ആ ഒരു കളർ വൈറ്റും പിങ്കും. അപ്പോൾ അത് കുറേ കടകൾ കയറി ഇറങ്ങി ഫൈനലി ഒരു കടയിൽ ലാസ്റ്റ് വണ്ണായിട്ട് ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെയേ എടുത്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെ ആ ഡ്രാഗൺ ഫ്രൂട്ടും കട്ട് ചെയ്ത് വെച്ച് അതിന് സപ്പോർട്ടായിട്ട് ഇവിടെ ഞങ്ങളൊരു ചെറിയും കൂടിയും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം
നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം ഇതിന് ചുറ്റും ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട് റാൻഡംലി. അത് ഇനി കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് റെസ്റ്റോറൻറ്റ്സിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി സാലഡ് രൂപത്തിലാക്കിയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ബർത്ത്ഡേ ഗേൾ പിന്നിലിരുന്ന് കളിക്കുന്നുണ്ട്. അവളെ കളിപ്പിക്കണം, നമ്മൾ അവളെ എൻ്റർടൈൻ ചെയ്യണം. അവൾക്കിടയ്ക്ക് വിശക്കും, അപ്പോൾ ഫുഡ് കൊടുക്കണം. അങ്ങനെ ഓരോരോ ചെറിയ ടാസ്കുകളായിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ആരും അവളെ വന്ന് അധികം ഡിസ്റ്റർബ് ചെയ്യാത്തത് കാരണം അവളവിടെ ഹാപ്പി ആയിരുന്നു. ഇനി അടുത്തത് ഈ കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും തിരിച്ച് പാക്ക് ചെയ്യലാണ്. ഇവിടെ ഇപ്പോൾ ഫൈനൽ ടച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ്സ് ആഡ് ചെയ്തു. പിന്നെ ബാക്കി കട്ട് ചെയ്ത മാംഗോ അതും പ്ലേറ്റിലേക്ക് സൈഡിലേക്ക് ഇടാനുള്ള പ്ലാനാണ്. അതൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസ് പാക്ക് ചെയ്യുന്നു. എല്ലാം വേസ്റ്റ് എല്ലാം ഡസ്റ്റ്ബിനിലേക്കും ബോക്സസ് എല്ലാം ബാഗിലേക്കും മാറ്റി ടേബിൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇനി ഒരു അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ.